എങ്ങനെയാണ് ആധുനിക കാലത്ത് സർവാധിപത്യ ഭരണകൂടങ്ങൾ നിലവിൽ വരുന്നത്? ഇങ്ങനെയുള്ള ഭരണകൂടങ്ങൾക്ക് പൊതുജനത്തിന്റെ പിന്തുണയോടെ അധികാരം കവർന്നെടുക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? അവർക്ക് അത് നിലനിർത്താൻ കഴിയുന്നത് എങ്ങനെയാണ്? ലോകമെമ്പാടും വ്യത്യസ്ത ദേശങ്ങളിൽ ഇത്തരത്തിലുള്ള സർവാധിപത്യ ഭരണകൂടങ്ങൾ പിടിമുറുക്കുന്ന വർത്തമാനകാല കാലഘട്ടത്തിൽ ഈ ചോദ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉയർന്നു വരുന്നുണ്ടാവും. യൂറോപ്യൻ എൻലൈറ്റൻമെന്റിലൂടെ രൂപപ്പെട്ട മഹോന്നതമായ മൂല്യങ്ങളുടെ സമാഹാരമാണ് മോഡേണിറ്റി എന്ന് കരുതുമ്പോൾ, ആ സ്വതന്ത്ര ആശയങ്ങൾക്ക് നേർവിപരീതമാണ് സർവാധിപത്യം അഥവാ ടൊട്ടാലിറ്റേറിയനിസം എന്ന് പൊതുവെ വാദിക്കപ്പെടാറുണ്ട്. ടൊട്ടാലിറ്റേറിയൻ റെജീംസ് മോഡേണിറ്റിയിൽ നിന്നുള്ള വേറിട്ട ഒറ്റപ്പെട്ട അസ്വാഭാവികതയോ അപഭ്രംശമോ എന്നൊക്കെ വിശ്വസിക്കാനാണ് ഏറെപ്പേർക്കും ഇഷ്ടം. എന്നാൽ അതങ്ങനെയല്ല എന്നാണ് ജർമ്മൻ ഫാസിസത്തിന്റെ രൂപീകരണം നേരിട്ട് കണ്ട പൊളിറ്റിക്കൽ തിയറിസ്റ്റായ ഹന്ന ആരൻഡ് വിശദീകരിക്കുന്നത്. സർവാധിപത്യ ഭരണകൂടങ്ങൾ ഒരിക്കലും മോഡേണിറ്റിയുടെ ഒരു അപഭ്രംശമല്ല, മറിച്ച് അവയുടെ സ്വാഭാവികമായ പരിണാമത്തിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. ഈ വാദത്തിന്റെ വിശദാംശങ്ങളിലേക്കാണ് നാം ഇന്ന് എത്തിനോക്കുന്നത്. ഹന്ന ആരൻഡ് പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത് നിർണായകമായ 3 ഘടകങ്ങളാണ്: ലേബർ, വർക്ക്, ആക്ടിവിറ്റി. ഇവ ഓരോന്നും എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ലേബർ. അത് നിലനിൽപ്പിന് ആവശ്യമായ പ്രാഥമികമായ ആവശ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ജീവിതത്തിന്റെ ഘടകങ്ങളെ സൂചിപ്പിക്കാനാണ് അവർ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ഉറങ്ങുക. ഇങ്ങനെയുള്ള ജീവൻ നിലനിർത്താൻ ഓരോരുത്തരും ആവശ്യം ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ലേബർ എന്ന ഘടകത്തിൽ ഉൾപ്പെടുന്നത്. രണ്ടാമത്തേത് വർക്ക് അഥവാ ജോലി, മനുഷ്യ ജീവിതത്തിന്റെ മറ്റൊരു പ്രധാന ഘടകം. അത് സാംസ്കാരിക ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണമാണ്. നാം ജീവിക്കുന്ന ലോകത്തെ സൃഷ്ടിക്കുന്ന ഓരോ വസ്തുക്കളും ആ പ്രക്രിയയിലാണ് രൂപം കൊള്ളുന്നത്. അങ്ങനെ നിങ്ങളൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആവാം, റോഡ് നിർമ്മിക്കുന്ന തൊഴിലാളിയാവാം, സിനിമ പ്രവർത്തനാകാം. ഓരോരുത്തരുടെയും ജോലി ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നാം ജീവിക്കുന്ന ലോകത്തെ ഏതെങ്കിലും വിധത്തിൽ സൃഷ്ടിക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് എന്ന് കാണാം. ഇനി ഇത് രണ്ടും കൂടാതെ മനുഷ്യജീവിതത്തെ നിർണയിക്കുന്ന പ്രധാനപ്പെട്ട 3ാമത്തെ ഘടകമാണ് ആക്ടിവിറ്റി. അത് രാഷ്ട്രീയത്തിന്റെ മേഖലയാണ്, സാമൂഹികമായ ഇടപെടലുകളുടെ മേഖലയാണ്. ഒരാളുടെ നിലനിൽപ്പിന് അയാൾ ചെയ്യുന്ന ജോലികൾക്ക് എല്ലാം അർത്ഥം നൽകുന്നത് ഒരർത്ഥത്തിൽ, ഒരു വിധത്തിൽ അതാണ്. അയാൾക്ക് ഐഡന്റിറ്റി നൽകുന്നത് അതാണ്. ചുരുക്കത്തിൽ ലേബറിന്റെയും വർക്കിന്റെയും പ്രേരക ശക്തി, അതിന്റെ ലക്ഷ്യം, തത്വചിന്തയുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ ടെലിയോസ്, അത് ആക്ടിവിറ്റിയാണ്. ഈ അർത്ഥത്തിൽ പൊളിറ്റിക്സിന്റെ മേഖലയാണ്. അറ്റ്ലീസ്റ്റ് മോഡേണിറ്റിയുടെ കാലം വരെയെങ്കിലും അത് അങ്ങനെയായിരുന്നു. മോഡേണിറ്റി അതിനെ കീഴ്മേൽ മറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഉദാഹരണത്തിന് നമുക്ക് ജോൺ ലോക്കെ എന്ന ആധുനികതയുടെ പ്രധാനപ്പെട്ട ഒരു ചിന്തകനെ എടുക്കാം. ലൈഫ്, ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി, ഇവ സംരക്ഷിക്കാനുള്ള ഒരു മാർഗമാണ് അദ്ദേഹത്തിന് പൊളിറ്റിക്സ്. അത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയുള്ള ഒരു വഴി മാത്രമായി അങ്ങനെ ചുരുങ്ങുന്നു. ആധുനിക പൂർവ്വകാലത്ത് നേരെ മറിച്ച് പൊളിറ്റിക്സ് അതിൽ തന്നെ ഒരു ലക്ഷ്യമായിരുന്നു. മറ്റെല്ലാം തന്നെ പൊളിറ്റിക്സിന് വേണ്ടിയുള്ളതായിരുന്നു. രാഷ്ട്രീയ ഭൂമികയെ ഇത്തരത്തിൽ കീഴ്മേൽ മറിക്കുന്നതിലൂടെയാണ് ആധുനികത സ്ഥാപിക്കപ്പെടുന്നത്. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ് നമുക്ക് നോക്കാം. ആധുനിക മനുഷ്യന് അർത്ഥപൂർണമായ ഒരു രാഷ്ട്രീയ ഭൂമിക കൈമോശം വരുന്നു എന്നതാണ് അതിൻ്റെ പരിണാമം. ലേബർ, വർക്ക്, ആക്ടിവിറ്റി മുമ്പ് സൂചിപ്പിച്ച മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഈ 3 ഘടകങ്ങളിൽ ആക്ടിവിറ്റിയുടെ ഭൂമിക നഷ്ടപ്പെടുന്നതോടെ ആധുനിക മനുഷ്യൻ അവന്റെ സ്വത്വത്തെ ലേബറിനോടും വർക്കിനോടും മാത്രം ബന്ധപ്പെടുത്തി മനസ്സിലാക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു ആധുനിക മനുഷ്യൻ അവനവനെ തൻ്റെ പ്രൊഫഷനുമായി ബന്ധപ്പെടുത്തി ഞാനൊരു എഞ്ചിനീയറാണ് അല്ലെങ്കിൽ ഞാനൊരു ഡോക്ടറാണ് എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണണം. അതിനപ്പുറം ഒരു സ്വത്വമോ അർത്ഥതലമോ അവർക്ക് ഇല്ല എന്ന സ്ഥിതിയാണ് വന്നു ചേരുന്നത്. സാമൂഹിക ജീവിയായ മനുഷ്യന് രാഷ്ട്രീയ ഭൂമികയുടെ അഭാവത്തിൽ
ആക്ടിവിറ്റി എന്ന അവരാക്കുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകത്തിന്റെ അഭാവത്തിൽ വലിയ ശൂന്യത അനുഭവപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ജോലിയുടെയും നിലനിൽപ്പിന്റെയും ഒരു ലൂപ്പിൽ അവർ കുടുങ്ങിപ്പോകുന്നു. തിന്നും കുടിച്ചും ജോലി ചെയ്തും വലിയ ഒരു സാമ്പത്തിക മെഷീനറിയുടെ പൽചക്രം പോലെ നിരന്തരം കറങ്ങാൻ മാത്രം അവർ വിധിക്കപ്പെടുന്നു. സാമ്പത്തിക ക്രമത്തിൽ മാത്രം അധിഷ്ഠിതമായ ഏതൊരു ആധുനിക സമൂഹത്തിലും ഇത് ദൈനംദിനമായ അനുഭവ യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് കാണാം. ഇങ്ങനെ സ്റ്റക്കായി പോകുന്ന അസന്തുഷ്ടരായ ഇൻഡിവിജ്വൽ മനുഷ്യരെയാണ് ആധുനികത സൃഷ്ടിച്ചുവിടുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുക? ജർമ്മൻ ഫാസിസത്തിന്റെ അനുഭവ പരിസരത്ത് നിന്ന് ഹന്ന ആരൻഡ് പറയുന്നു, ദുഷ്ടലാക്കോടെ കടന്നുവരുന്ന ഏതൊരു ചെറിയ കൂട്ടത്തിനും കേവലം ഉപരിപ്ലവമായ മുദ്രാവാക്യങ്ങളിലൂടെ പരവിദ്വേഷത്തിലൂടെ ഈ രാഷ്ട്രീയ ശൂന്യതയിൽ ജീവിക്കുന്ന മനുഷ്യരെ മുഴുവൻ വളരെ നിർണായകമായ രീതിയിൽ സ്വാധീനിക്കാൻ കഴിയുന്നു. ചിന്തിക്കാൻ കഴിയാത്ത വലിയ ക്രൂരതകൾ ചെയ്തു കൂട്ടുമ്പോഴും അവരെ ജനസാമാന്യം പിന്തുണയ്ക്കുന്ന സാഹചര്യം അങ്ങനെയാണ് വരുന്നത്. അതാണ് ജർമ്മനിയിൽ നടന്നത്. ലക്ഷക്കണക്കിന് ജൂത ജനസമൂഹം കൂട്ടക്കൊല ചെയ്യപ്പെടുമ്പോഴും നാസി പാർട്ടിയുടെ ജനസ്വാധീനം വർദ്ധിച്ചു വരികയായിരുന്നു. അതിന് അർത്ഥം അക്കാലത്ത് ഭൂരിപക്ഷം ജർമ്മൻകാരും തിന്മ നിറഞ്ഞവരോ തിന്മയെ സ്നേഹിച്ചവരോ ആണ് എന്നാണോ? ഹന്ന ആരൻഡ് അങ്ങനെ കരുതുന്നില്ല. കാരണം ആധുനികതയുടെ സാമൂഹിക സാഹചര്യം പറിച്ചുനട്ട ഒറ്റപ്പെട്ട ഏകാന്തരായ മനുഷ്യരുടെ ശൂന്യത അവരെ വളരെ സ്വാഭാവികമായി ഇത്തരം സർവാധിപത്യ സ്വഭാവത്തിലുള്ള ഐഡിയോളജികളിൽ അകപ്പെടുത്തുന്നു എന്നതായിരുന്നു അതിൻ്റെ കാരണം. അതുകൊണ്ടാണ് ആധുനികത കൊണ്ടുവരുന്ന സ്വാഭാവികതയായി അവർ ടൊട്ടാലിറ്റേറിയൻ വ്യവസ്ഥകളെ കാണുന്നത്. ഇന്ന് ന്യൂനപക്ഷങ്ങൾക്കും കുടിയേറ്റക്കാർക്കുമെതിരിൽ വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ട് ലോകമെങ്ങും ശക്തിപ്പെടുന്ന പോപ്പുലിസ്റ്റ് മൂവ്മെന്റുകളും അവയുടെ ജനപിന്തുണയും നോക്കുക. ഹന്ന ആരൻഡ് നിരീക്ഷണങ്ങൾ ഇവിടെ പ്രസക്തമാവുന്നുണ്ടോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ചെയ്യുക.